SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ AN ഷംസീർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് LDFന്റെ തോൽവിക്ക് ഒരു പരിധിവരെ കാരണം അല്ലെങ്കിൽ കാരണക്കാരൻ വെള്ളാപ്പള്ളി നടേശനോടുള്ള കൂട്ടുകെട്ടാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പൊ ഈ പ്രസ്താവനയ്ക്കെതിരെ ഈ യോഗം കൗൺസിൽ ശക്തമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ നടപടിയെ നമുക്ക് എങ്ങനെ കാണാം? ഇതിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ഈ മലപ്പുറത്തെയും മുസ്ലിം ജനതയെയും ഇക്കണ്ട രീതിയിൽ മോശമായി സംസാരിച്ചപ്പോൾ അതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു ഷംസീർ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് പിന്നെ മലപ്പുറത്ത് നടന്ന പരിപാടിയിൽ സംസാരിക്കുന്നിടയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇതിനെതിരെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രമേയം SNDP യോഗം പാസ്സാക്കിയത്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് എന്നുള്ള കാര്യം ഒക്കെ ശരി തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവനാണ് ശരിക്കും ഈ പറയുന്ന SNDP യോഗം എന്ന് പറയുന്ന ഒരു വലിയ സംഘടന, മഹത്തായ സംഘടന രൂപീകരിച്ചത്. ഇവിടെ ഷംസീർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയായ ദിശയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. AN ഷംസീർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ എന്തൊക്കെയാണ്. വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കൽ പോലും പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല സംസാരിച്ചത്. അവിടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വർഗീയത പുറത്തേക്ക് ചീറ്റുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മലപ്പുറം പോലെയുള്ളൊരു ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു ഔചിത്യം ഉണ്ടാവണം. അതായത് മലപ്പുറം അല്ല എന്നല്ല, ഏത് ജില്ലയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവിടുത്തെ ജനങ്ങളോട് കാണിക്കേണ്ട ഒരു മിനിമം മര്യാദ എല്ലാ കാലത്തും ഏതൊരു സാമുദായിക നേതാവിനും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പം ആലപ്പുഴ ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ ഈഴവരെല്ലാം മോശക്കാരാണെന്നും അവരെന്തൊക്കെയോ കരുതിക്കൂട്ടി സർക്കാരിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്നും പറഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും അതിന് ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇവിടെ അതിന് പകരം അവിടെ മലപ്പുറം ജില്ലയിലുള്ള എല്ലാ മുസ്ലിങ്ങളും ഈ രീതിയിൽ സർക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് സർക്കാരിൽ നിന്നെന്തോ അനാവശ്യമായി പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ ഒരു ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നതെന്നല്ല, വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു പ്രസ്താവന ഇറക്കിയത് അങ്ങേയറ്റം മോശമാണ് എന്നുള്ള ഒരു തെറ്റുമില്ല. കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു, ഇവിടെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പ്രമേയം പാസ്സാക്കിയപ്പോൾ അതിനകത്തുണ്ടല്ലോ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച SNDP യോഗം എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് വിഭാവനം ചെയ്തതെന്ന് വെള്ളാപ്പള്ളി നടേശൻ അറിയാവോ? ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ വലിയ സമുദായ നേതാവ് എന്നുള്ള നിലയിൽ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. എന്ത് നേതൃത്വമാണ് സമുദായത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത്? ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളാണ് ഈ യോഗം ജനറൽ സെക്രട്ടറി. വെള്ളാപ്പള്ളി നടേശൻ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ ഇങ്ങനെ ഒരാൾ അപമാനിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എങ്ങനെ ശരിയാവും? എവിടെയാണ് ശരിയുള്ളത്? ഈ അദ്ദേഹം പറഞ്ഞ് ഇനി ശ്രീനാരായണ ഗുരുദേവന്റെ സ്ഥാപിച്ച ഒരു SNDP യോഗം എന്ന് പറയുന്നു. ശരി, അതിൻ്റെ തലപ്പത്ത് വെള്ളാപ്പള്ളിക്ക് മുമ്പ് ഇരുന്നവരൊക്കെ മഹാന്മാരായിട്ട് വ്യക്തികളാണ്, നല്ല ആൾക്കാരാണ് വെള്ളാപ്പള്ളിക്ക് മുമ്പ് ഇരുന്നത്. കഴിഞ്ഞ 30 വർഷക്കാലമായി വെള്ളാപ്പള്ളി നടേശൻ അതിൽ കടിച്ചു തൂങ്ങി കിടക്കുകയാണെന്ന് പറയേണ്ടി വരും. ഈ വെള്ളാപ്പള്ളി നടേശൻ സമുദായ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് എപ്പോഴാണ് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ വെള്ളാപ്പള്ളി നടേശൻ പാലിക്കുന്നുണ്ട് എന്ന് നമുക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരാളെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു ശ്രീനാരായണീയനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ വെള്ളാപ്പള്ളി നടേശൻ ഈ ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാ ആദർശങ്ങളിൽ ഒരെണ്ണം എങ്കിലും അനുസരിക്കുന്നു എന്നുള്ളത്? എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു ശ്രീനാരായണീയൻ വെള്ളാപ്പള്ളിയെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തും. എനിക്ക് തോന്നുന്നില്ല, സീരിയസ് ആയിട്ട് പറയാം. ഇപ്പം ഒന്നാമത് അദ്ദേഹം ചെയ്യുന്ന കച്ചവടം, ബിസിനസ്സാണ്, അത് വിട്ടേക്കോ. ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ ഇഷ്ടമാണ്. ഇനിയും മതപരമായി ചിന്തിക്കൂ. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ എല്ലാ മനുഷ്യരെയും പഠിപ്പിച്ചെന്താ? ഞാൻ പറയുന്നത് എല്ലാ മനുഷ്യരെയും, ശ്രീനാരായണീയരെ എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാ മനുഷ്യരെയും ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചെന്താ? ഗുരുദേവൻ പഠിപ്പിച്ച ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നാ പറഞ്ഞത്. അതായത് ഒരു ജാതിയേ ഉള്ളൂ, ഒരു മതമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ മനുഷ്യന് എന്നാണ് പറഞ്ഞത്. അപ്പോഴും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വാക്കിന് പ്രാധാന്യം കൊടുത്തു. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴാണ് മനുഷ്യന് പ്രാധാന്യം കൊടുത്തത്? പണത്തിനല്ലാതെ വെള്ളാപ്പള്ളി പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ അദ്ദേഹം പറഞ്ഞ ആ ഒരു ദർശനത്തിൽ നിന്ന് എത്ര അകന്നാണ് നിൽക്കുന്നത്. ഇനി ഒരു ജാതി എന്ന് ഗുരുദേവൻ പറഞ്ഞത് ഈഴവജാതി എന്നല്ല ഗുരുദേവൻ പറഞ്ഞത്, മനുഷ്യജാതി എന്നാണ് പറഞ്ഞത്. ഒരു മതം, അത് ഹിന്ദു മതം എന്നല്ല പറഞ്ഞത്, മനുഷ്യനാണ് മതം അല്ലെ? ആ ഒരു മതമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ മനുഷ്യന്. ഇത് പറഞ്ഞ് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ഏതെങ്കിലും ഒരു ആദർശത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സിംഗിൾ, ഒരുപാട് ആദർശങ്ങൾ, ആയിരക്കണക്കിനെന്നല്ല, നമുക്ക് എണ്ണിത്തീർക്കാൻ കഴിയാത്തത്രയും ആദർശങ്ങളാണ് ഗുരുദേവൻ നമുക്ക് നൽകിയിട്ടുള്ളത്. അതിലേതെങ്കിലും ഒരെണ്ണം ഈ വെള്ളാപ്പള്ളി നടേശൻ പാലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം പുള്ളി സമുദായ ആചാര്യനാണെന്ന്.
അല്ലെങ്കിൽ സമുദായ നേതാവാണ് എന്ന് അംഗീകരിച്ചെടുക്കും. ഇതൊന്നുമില്ല. ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ, കേരളത്തിൽ ജീവിക്കുന്ന, കേരളത്തിൻ്റെ ഭാഗമായ, കേരളത്തിൻ്റെ ജനസംഖ്യയിൽ എണ്ണപ്പെടുന്ന, കേരളത്തിലെ സാംസ്കാരികമായി പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുകയായിരുന്നില്ലേ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്? അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന AN ഷംസീറാണെന്നേ കഴിഞ്ഞ സ്പീക്കറാണ് പറഞ്ഞത്, നിയമസഭാ സ്പീക്കർ. അപ്പം അത് വെള്ളാപ്പള്ളി നടേശനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയതുകൊണ്ട് തന്നെ പാർട്ടിക്ക് തെറ്റ് സംഭവിച്ചു. ഇനി ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണോ വെള്ളാപ്പള്ളി നടേശൻ? അല്ല. അവിടെ ജനാധിപത്യപരമേ അല്ല. അദ്ദേഹം എന്ത് ചെയ്തു? മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികളെയും സർക്കാരുകളെയും സ്വാധീനിച്ചുകൊണ്ട് പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്ന ഒരു വോട്ടവകാശം സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് വെച്ചാൽ 100 പേർക്ക് ഒരാൾ വോട്ട് ചെയ്താൽ മതി. അപ്പൊ അത് എത്രത്തോളം വഞ്ചനയാണെന്ന് ആലോചിച്ച് നോക്കൂ. അത് ശ്രീനാരായണീയരായിട്ടുള്ള എല്ലാവർക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? 100 പേര് നിങ്ങൾ ആരും വോട്ട് ചെയ്യണ്ട, ഞാൻ ഒരാൾ പോയി വോട്ട് ചെയ്തിട്ട് വരാം. ആർക്കാ? വെള്ളാപ്പള്ളി നടേശന്. അവിടെ എവിടെയാണ് ജനാധിപത്യം? ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും വോട്ടവകാശം കൊടുക്കുന്നതാണ് ജനാധിപത്യം. ഇതങ്ങനെയല്ല. 100 പേർക്കോ 1000 പേർക്കോ ഒക്കെ വേണ്ടി ഒരാൾ വോട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അതിന്റെ അർത്ഥം എന്താ? അപ്പം അവിടെയും ജനാധിപത്യപരമായിട്ടേ അല്ല. അപ്പം ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ആദർശങ്ങളുമായി യാതൊരു പുലബന്ധം പോലും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കില്ല. 2, ഈ പറഞ്ഞ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെയല്ല വെള്ളാപ്പള്ളി നടേശൻ, അല്ലെ? അങ്ങനെയുള്ള ഒരാളല്ലേ? അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടി ഏതാണ്ട് കുടം എടുത്ത് മറിച്ച ഒരാളാണോ വെള്ളാപ്പള്ളി നടേശൻ? സമുദായത്തിന് വേണ്ടി എന്താ ചെയ്തത്? ആരെങ്കിലും കൊണ്ട് സമുദായത്തിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ ചെയ്തു വെച്ച ഒരു നല്ല കാര്യം എന്താ കിടക്കുന്നു, ഇതാണ് എന്ന് പറയിക്കാൻ പറ്റുമോ? സമുദായത്തിൽ ഇത്രയധികം ആൾക്കാരുണ്ടല്ലോ, ഇത്ര കോടി ജനങ്ങളുണ്ട്. അത്രയും കോടി ജനങ്ങൾക്ക് അവരിൽ ഒരാളെ കൊണ്ട് പറയിച്ചാൽ മതി, വെള്ളാപ്പള്ളി നടേശൻ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന സാധനം ചെയ്തു തന്നിട്ടുണ്ട്. അതെ, വെള്ളാപ്പള്ളി എന്താ ചെയ്തത്? സ്വന്തം സമുദായത്തിലേക്ക് മൈക്രോ ഫിനാൻസ് തട്ടിപ്പടക്കമുള്ള തട്ടിപ്പുകളിലൂടെ സ്വന്തം ധനം അല്ലെങ്കിൽ സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യം വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ വേണ്ട രീതിയിൽ അദ്ദേഹം പറഞ്ഞ ഈ വർഗീയ പരാമർശങ്ങളെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ പാർട്ടിക്ക് വീഴ്ച പറ്റി എന്നുള്ളത് 100% ഉറപ്പാണ്. പാർട്ടി അത് ഒരിക്കലും പിണറായി വിജയൻ ആയിരുന്നാൽ തന്നെയും MV ഗോവിന്ദൻ മാഷ് ആയിരുന്നാൽ തന്നെയും ആരായിരുന്നാലും ആ പറയുന്ന ചിന്താഗതി അല്ലെങ്കിൽ പ്രതിരോധിക്കേണ്ടതായിരുന്നു. ആകെപ്പാടെ എനിക്ക് തോന്നുന്നു സ്വരാജ് മാത്രമാണ് ഒരു വരി എഴുതിയിട്ടത്. അല്ലാതെ വേറെ ഒരാൾ പോലും വെള്ളാപ്പള്ളി എന്തിനാ ഭയക്കുന്നത്? വെള്ളാപ്പള്ളിക്ക് പിന്നിലാണോ ഇവിടുത്തെ സമുദായം? അല്ല, വെള്ളാപ്പള്ളിക്ക് പിന്നിലേ അല്ല ഇവിടുത്തെ സമുദായം. ആ സമുദായത്തിന് സ്വന്തമായൊരു നിലനിൽപ്പുണ്ട്. ആ സമുദായത്തെക്കുറിച്ച് സ്വന്തമായൊരു നിലനിൽപ്പുണ്ട്, സ്വന്തമായ ചിന്താശേഷിയുണ്ട്, സ്വന്തമായ കർമ്മശേഷിയുള്ള ഒരു സമുദായമാണ് ഈഴവ സമുദായം. ആ സമുദായം വെള്ളാപ്പള്ളിയുടെ തലച്ചോറ് കൊണ്ടല്ല ചിന്തിക്കുന്നത്, അവരവരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ പല സംഘടനകളും, ഈ ശ്രീനാരായണ സഹോദര ധർമ്മവേദി അടക്കമുള്ള സംഘടനകൾ ഈ ഒരു മാറ്റം ഉണ്ടാകണം, ശ്രീനാരായണീയർക്ക് ഒരു എഴുന്നേറ്റം ഉണ്ടാകണം എന്ന് കരുതിയത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കേണ്ടി വരുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കീഴിൽ സമുദായം അസ്വസ്ഥമാണ് എന്നുള്ളതിൽ ഇതിൽ വലിയ തെളിവുണ്ടോ? അപ്പൊ പിന്നെ എന്തിനാണ് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വർഗീയ വിഷയത്തിനെ ചുമന്നു നടന്നത്? അതിന്റെ ആണ് അനുഭവിച്ചത്. അത് തന്നെയാണ് ഷംസീർ പറഞ്ഞത്. ഷംസീർ വളരെ കൃത്യമായിട്ട് പറയും, പ്രതിരോധിക്കാവുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തി അത് തോൽവിക്ക് കാരണമായി തീർന്നു എന്നുള്ളത് ഷംസീർ പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്.